നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉടനെ കടന്നു വരാൻ പോകുന്ന സന്തോഷകരമായ ചില കാര്യങ്ങളെക്കുറിച്ച്, മനസ്സിന് വളരെയധികം സന്തോഷം നൽകാവുന്നതുമായ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ തൊടുകുറിയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിൽ ആദ്യത്തേതായ ചിത്രം ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. രണ്ടാമത്തേതായ ചിത്രം ഒരു പക്ഷിയുടെ ചിത്രമാണ്. ഉപ്പനാണ്. ഉപ്പനെ കാണുന്നത് പോലും മഹാഭാഗ്യം തന്നെയാകുന്നു. ഈ 2 വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനു മുന്നോടിയായി ആദ്യം ഏവരും ഒരു നിമിഷം ഇഷ്ടദേവതയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. ആദ്യത്തെ ചിത്രമായ ശംഖുപുഷ്പമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശംഖുപുഷ്പത്തിന്റെ പ്രാധാന്യം ഏവർക്കും അറിയാം. സ്വർഗത്തിൽ നിന്നും കൊണ്ടുവന്നതായ ഒരു പുഷ്പം എന്ന പ്രത്യേകത ശംഖുപുഷ്പത്തിനുണ്ട്. ഈശ്വരാധീനം ഉള്ളവർക്ക് മാത്രം ലഭിക്കുന്ന, അല്ലെങ്കിൽ വീടുകളിൽ വളർത്തുവാൻ സാധിക്കുന്ന ഒരു സസ്യം കൂടിയാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം തിരഞ്ഞെടുത്തവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ സന്തോഷമാണ് ആഗ്രഹിക്കുന്നത് എങ്കിലും പലപ്പോഴും തിരിച്ചടികൾ, പ്രതീക്ഷിക്കാത്തതായ തിരിച്ചടികൾ ജീവിതത്തിൽ ലഭിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. പ്രതീക്ഷിക്കുന്നതായ അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാതായിട്ടുള്ള സന്ദർഭങ്ങളാണ് നിങ്ങൾക്കുള്ളത്. ജീവിത വിജയങ്ങൾ നേടിയെടുക്കുവാൻ കഴിയാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. വിചാരിക്കുന്ന കാര്യങ്ങൾ പലതും ജീവിതത്തിലേക്ക് കടന്ന് വരാത്തതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നതിനാൽ, അല്ലെങ്കിൽ അതിയായി ആഗ്രഹിക്കുന്നതായ ഏതെങ്കിലും ഒരു കാര്യം അനുകൂലമായ മാറ്റങ്ങളിലേക്ക് കടന്നു വരികയോ അത്തരം സാഹചര്യങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകളോ കാണുന്നതാണ്. അല്ലെങ്കിൽ ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ പ്രകടമായിട്ടുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അനുകൂലമായി തീരാവുന്ന സാഹചര്യമുണ്ട്. ഉയർന്ന സ്ഥാനങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉയർന്ന നേട്ടങ്ങൾ ലഭിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. അതായത് ലഭിക്കാത്തതായ ആ സാഹചര്യത്തിന് ഒരു മാറ്റം വരുന്നു എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. ഇതിനാൽ ടെൻഷൻ മുതലായ കാര്യങ്ങൾ മനസ്സിലുണ്ട് എങ്കിലും അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാനും മികച്ചതായ രീതിയിൽ മുന്നോട്ട് പോകുവാൻ, മികച്ചതായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ഏറ്റെടുത്തതായ പല കാര്യങ്ങളും ജീവിതത്തിലുണ്ട്. അത് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന അവസരം തന്നെയാണ് ജീവിതത്തിലേക്ക് കടന്നു വരിക എന്നും കാണുവാനായി സാധിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. പ്രശംസ ഏറ്റുവാങ്ങുവാനായി നിങ്ങൾക്ക് സാധിക്കും. പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്ന് കാണുവാനായി സാധിക്കുന്നു. തൊഴിൽ ഉയർച്ചയ്ക്കായുള്ള അവസരങ്ങൾ, അത്തരം സാഹചര്യങ്ങൾ അനുകൂലമാകുന്നു എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാകുന്നു. ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അനുകൂലമായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു എന്നും കാണുവാനായി സാധിക്കുന്നു. ദൈവാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു, ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതിനാൽ നടക്കേണ്ടതായ പല കാര്യങ്ങളും
നടക്കേണ്ടതായ സമയത്ത് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. പണം നഷ്ടപ്പെട്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായ സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് സഹായം ലഭിക്കാവുന്നതാണ് എന്നും കാണുന്നു. കൂടാതെ പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. അനുകൂലമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ ജീവിതത്തിൽ ഉയർച്ച, നേട്ടങ്ങൾ, വിജയങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. ചില കാര്യങ്ങളിൽ തിരിച്ചടികൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം. അർഹിക്കുന്നതായ കാര്യങ്ങൾ കാലതാമസം എടുത്തുകൊണ്ട് തന്നെ ഈ സമയം നിങ്ങൾക്ക് ചെയ്തു തീർക്കുവാൻ സാധിക്കും. ചില വ്യക്തികൾ ചില കാര്യങ്ങൾ തട്ടിത്തെറിപ്പിച്ച് പോകുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ മുന്നിട്ട് കണ്ട് നിങ്ങൾ തീർച്ചയായും മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികളുടെ സ്വാധീനത്താലോ പ്രേരണയാലോ ഇപ്പോൾ അനുകൂലമാകേണ്ടതായ ചില കാര്യങ്ങൾ എന്നേക്കുമായി ഇല്ലാതാകുവാനുള്ള സാധ്യതകളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തി നിങ്ങൾ മുന്നോട്ട് പോകണം. എന്നാൽ ഈശ്വര കടാക്ഷത്താൽ ഇപ്പോൾ നഷ്ടപ്പെടുന്നതായ കാര്യങ്ങൾ നിങ്ങൾക്ക് ജീവിതത്തിൽ പിന്നീട് കടന്നു വരാം. അല്ലെങ്കിൽ നഷ്ടപ്പെടാതെ ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും നിങ്ങൾക്ക് സാധിക്കും. ശരിയായ രീതിയിൽ ചിന്തിക്കുക, തീരുമാനങ്ങൾ ശ്രദ്ധിച്ചെടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതാണ്. ധനനേട്ടം, സന്തോഷകരമായ നിമിഷങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സ്വർഗതുല്യമായ ജീവിതം തന്നെ നയിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ചില വ്യക്തികളുടെ സ്വാധീനത്താൽ നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ അബദ്ധം ആയി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ വന്ന് ഭവിച്ചിട്ടുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. അതിനാൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ് എന്നും കാണുവാനായി സാധിക്കുന്നു. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അല്പമൊന്ന് ഉയർച്ച നേടുവാൻ സാധിക്കും. ധനപരമായ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. പണം പല വഴികളിലൂടെയും നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. അതായത് ചില വ്യക്തികളുടെ വാക്ക് വിശ്വസിക്കുന്നത് മൂലം ഇത്തരത്തിൽ ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് കാണുന്നു. പണം കയ്യിൽ വന്ന് ചേരാത്തതായ അവസ്ഥ ഉണ്ട്. എന്നിരുന്നാലും പ്രതീക്ഷിക്കാത്ത സമയത്ത് പണം നിങ്ങളിലേക്ക് കടന്ന് വരുന്നതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. അതിനാൽ അല്പം ശ്രദ്ധ അനിവാര്യം തന്നെയാകുന്നു. പ്രതികൂലമാകേണ്ടതായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് മുൻകൂട്ടി കണ്ട് അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നും കാണുവാനായി സാധിക്കുന്നു. രണ്ടാമത്തെ ചിത്രമായ ഉപ്പനെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. ശത്രുക്കൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്നാണ് കാണുവാനായി സാധിച്ചിട്ടുള്ളത്. അത്തരം ശത്രുക്കളാൽ ഭാവിയിൽ എന്ത് ദോഷം ഉണ്ടാകും എന്ന ധാരണ ഇപ്പോഴേ നിങ്ങൾക്കുണ്ടാകാറില്ല. അല്ലെങ്കിൽ പല അവസരങ്ങളിലും അത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നിങ്ങൾ പരാജയപ്പെട്ടു പോകാറുണ്ട് എന്ന് കാണുന്നു. പല തിരിച്ചടികളും നേരിട്ടതിന് ശേഷമാണ് അത്തരം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുക, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പലർക്കും നിങ്ങളോട് അസൂയ തോന്നും വിധം പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ദൃഷ്ടിദോഷത്താൽ പോലും നിങ്ങൾക്ക് പല കാര്യങ്ങളും സാധിക്കാത്തതായ ഒരു സാഹചര്യമുണ്ട് എന്നും കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും തിരിച്ചടികൾ, തടസ്സങ്ങൾ നിങ്ങൾക്ക് നേരിടേണ്ടതായി വരുന്നു എന്നത് വാസ്തവമായ കാര്യമാണ്. ഒന്ന് തീരുമ്പോൾ മറ്റൊന്നായി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ട് ഇരിക്കുന്നതായ സാഹചര്യവുമുണ്ട്. സാമ്പത്തികപരമായി പല പ്രശ്നങ്ങളും നിങ്ങൾക്കുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. എന്നാൽ ഇതിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് തീർക്കാൻ പറ്റുന്നതായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇനിയുള്ള നാളുകളിൽ അത്തരത്തിൽ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു. പല കാര്യങ്ങളായി ബന്ധപ്പെട്ട് ദുഃഖം പുറമെ കാണിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. എന്നാൽ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുകയും അത്തരം സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നും കാണുവാനായി സാധിക്കുന്നു.
വേണ്ടപ്പെട്ടവർ നിങ്ങളുടെ വില മനസ്സിലാക്കാൻ പോകുന്ന സാഹചര്യവുമുണ്ട് എന്ന് കാണുവാനായി സാധിച്ചിട്ടുള്ളതാണ്. ഈശ്വര വിശ്വാസം തീർച്ചയായും നിങ്ങളിൽ വർദ്ധിക്കുന്നതായ ഒരു സാഹചര്യം കാണുവാനായി സാധിക്കുന്നു. ഇതിനാൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിങ്ങൾക്ക് ധൈര്യപൂർവം അവയെ നേരിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് കൈവരിക്കുവാൻ സാധിക്കുന്നു, നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് തിരിച്ചടി എത്ര തവണ നേരിട്ടാലും നിങ്ങളെ തളർത്തുവാൻ, പരാജയപ്പെടുത്തുവാൻ അവർക്ക് സാധിക്കില്ല എന്നും കാണുവാനായി സാധിക്കുന്നു. ആരെല്ലാം നിങ്ങളെ കുറ്റപ്പെടുത്തിയാലും അവ ഒഴിവാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ നിങ്ങളുടെ കഴിവ് അല്ലെങ്കിൽ അവർ നിങ്ങളെ തിരിച്ചറിയുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് കാണുവാനായി സാധിക്കുന്നു. കാലങ്ങൾക്ക് ശേഷം നിങ്ങളുടെ കഴിവ് പലരും തിരിച്ചറിയും, വില മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അതിനാൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ടതായിട്ടില്ല. നിങ്ങളെ കൃത്യമായി തന്നെ അവർക്ക് മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ വില മനസ്സിലാക്കുവാൻ അവർക്ക് സാധിക്കും. യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. ഗൃഹദോഷത്താൽ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഗൃഹദോഷം നിങ്ങളിലുണ്ട്, അത് പലതും നിങ്ങളുടെ ജീവിതത്തിൽ തിരിച്ചടി നൽകുന്നു എന്നതും വാസ്തവമായ കാര്യമാണ്. മനസ്സ് വളരെയധികം നിറഞ്ഞ അല്ലെങ്കിൽ വിഷമത്താൽ നിറഞ്ഞ ഒരു അവസ്ഥ നിങ്ങൾക്കുണ്ട്. വീടുമായി ബന്ധപ്പെട്ടും അല്ലാതെയുമാകാം, അത് ചില ടെൻഷനുകളോ ആകുലതകളോ ആകാം. ഗൃഹദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിഷ്പ്രയാസം തന്നെ തരണം ചെയ്യാൻ സാധിക്കും എന്നാണ് കാണുന്നത്. അല്പമൊന്ന് ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. ഏതൊരു കാര്യവും നിങ്ങൾക്ക് ആരംഭിക്കുന്നതിന് എളുപ്പമായി തീരാവുന്ന സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ തുടക്കത്തിൽ ഉണ്ടായിരിക്കുന്നതായ ആ പ്രയാസങ്ങളെ തരണം ചെയ്ത് ക്രമേണ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതായ സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടും എന്ന് കാണുന്നു. ആരോഗ്യ വർധനവ് നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകളും നിങ്ങൾക്കുണ്ട്. ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുണ്ട്. അവ പിന്നീട് ചെയ്യാം എന്ന് മാറ്റി വയ്ക്കുന്നതായ ചില രീതി നിങ്ങൾക്കുണ്ട്. ചെയ്യുന്ന പ്രവൃത്തി അനുകൂലമായി വന്നു ചേരും എന്നുള്ളതാണ് വാസ്തവം. ആവശ്യത്തിന് ധനം കയ്യിൽ ഇല്ലാത്തതായ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്, അല്ലെങ്കിൽ പല കാര്യങ്ങളും പ്ലാൻ ചെയ്ത് ആ കാര്യങ്ങൾക്കുള്ള ധനം ലഭിക്കാത്തതായ ഒരു സാഹചര്യം, ഒരു ആശയക്കുഴപ്പം നിങ്ങളിലുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അനുകൂലമായി വന്നു ചേരും എന്നാണ് കാണുവാനായി സാധിക്കുന്നത്. മുൻപ് നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരേണ്ടതായ ചില കാര്യങ്ങളോ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട് എന്നും കാണുവാനായി സാധിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നതായ ആ വിഷമതകൾ, പ്രയാസങ്ങൾ അത് താൽക്കാലികമാണ് എന്നുള്ളതാണ് വാസ്തവം. കാരണം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരും എന്ന് തന്നെയാണ് കാണുവാനായി സാധിക്കുന്നത്. അതിനാൽ ഇപ്പോൾ അനുഭവിക്കുന്നതായ വിഷമതകൾ തരണം ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. വിജയങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ നേടുവാനുള്ള ചില അവസരങ്ങൾ തന്നെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തി നിങ്ങൾക്ക് നൽകുക. കൂടാതെ ഈശ്വര കടാക്ഷത്താൽ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഇപ്പോൾ പോസിറ്റീവായ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കേണ്ടതായ സമയമാണ്. പോസിറ്റീവായി ചിന്തിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഒരിക്കലും നെഗറ്റീവായ ചിന്തകൾക്ക് വശംവദരാകരുത് എന്ന കാര്യവും ഓർക്കണം. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തിയിൽ അടിയുറച്ച് വിശ്വസിച്ച് നിങ്ങൾ മുന്നോട്ട് തന്നെ നീങ്ങുക.